നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. ഈ ലോകത്തിൽ അനേക അനീതിയുടെ അക്രമത്തിൻ്റെ വാർത്തകളും അതിൻ്റേതായ അനുഭവങ്ങളൊക്കെ കണ്ട് മാനസികവും ശാരീരികവുമായി വേദനപ്പെടുന്ന അനേക നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഈ ലോകത്തിൽ പല ഇടങ്ങളിലും പല മേഖലകളിലും നമുക്ക് നീതിപീഠങ്ങളിൽ നിന്ന് നീതി ലഭിക്കാതിരിക്കുമ്പോൾ 11-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പാടുന്നു: യഹോവ നീതിമാൻ, അവിടുന്ന് നീതിയെ ഇഷ്ടപ്പെടുന്നു, നേരുള്ളവർ അവൻ്റെ മുഖം കാണും. രണ്ട് കാര്യങ്ങൾ ഇവിടെ ഓർപ്പിക്കുന്നു. ഒന്ന്, ദൈവം നീതിമാനാണ്, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു. ഒരിക്കലും അനീതിക്ക് കൂട്ടു നിൽക്കുന്നവനല്ല, ഒരിക്കലും അനീതി ഇഷ്ടപ്പെടുന്നവനല്ല, ഒരിക്കലും അനീതിക്ക് വേണ്ടി നിൽക്കുന്നവനല്ല ദൈവം. ദൈവം എന്നുമെന്നും നിത്യനായി അവൻ നീതിമാനായ ദൈവം തന്നെയാണ്. അതുമാത്രമല്ല, ഒരു കാര്യം കൂടെ അവിടെ പറയുന്നു: നേരുള്ളവർ അവൻ്റെ മുഖം കാണും. നീതിമാനായ ദൈവത്തിൻ്റെ മുൻപിൽ, നീതിമാനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ നിൽക്കുന്നവർ ആരായിരിക്കണം എന്നവിടെ കാണുന്നു. അവർ നേരുള്ളവരായിരിക്കണം. നേരുള്ളവർക്ക് മാത്രമേ ദൈവിക സാന്നിധ്യം അനുഭവിപ്പാൻ, ദൈവത്തെ കാണുവാൻ ഒക്കെ സാധിക്കത്തുള്ളൂ. അവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് നേരുള്ളവർ ദൈവമുഖം കാണും. ആ ദൈവിക തേജസ്, സ്നേഹമുള്ള, കരുണയുള്ള, ദയയുള്ള, മനസ്സലിവുള്ള, ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നാം അനുഭവിക്കണമെങ്കിൽ നാം നേരുള്ളവരായിരിക്കണം. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. ജീവിതത്തിൽ വക്രതയും കപടവും വഞ്ചനയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ ഒരിക്കലും നമുക്ക് നേരോടെ ജീവിക്കുവാൻ കഴിയുകയില്ല. അതെല്ലാം നമ്മളെ നാശത്തിലേക്കും, ഒന്നുകൂടെ എടുത്തു പറഞ്ഞാൽ ദൈവിക ന്യായവിധിയിലേക്കും നമ്മളെ നയിക്കുമ്പോൾ, ഈ ദിവസങ്ങളിൽ നീതിമാനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ, നീതിയെ ഇഷ്ടപ്പെടുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നേരോടെ നിൽക്കാം, നേരോടെ ആരാധിക്കാം, നേരോടെ ജീവിക്കാം, നേരോടെ ജോലി ചെയ്യാം, നേരോടെ കർത്താവിന് വേണ്ടി നിൽക്കാം, നേരോടെ കുടുംബജീവിതം നയിക്കാം. അതിനായി ദൈവമായ കർത്താവ് നമുക്കൊരു പകലൂടെ, ഒരു പ്രഭാതം കൂടെ നൽകിയിരിക്കുമ്പോൾ അതിനായി നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.